ശൈഖുനാ സിയം റളിയല്ലാഹു നിങ്ങൾ നോക്കി, അവിടുത്തെ സംസാരം സ്ഫുടകമായ സംസാരമാണ്. അത് വേണ്ട, അത് ഞാൻ സുഖപ്പെടുത്തി. മാഷാ അല്ലാഹ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ശൈഖുനയുടെ സംസാരം എന്താണ്? അവിടുത്തെ സാഹിത്യം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. കാലിക്കറ്റ് എന്നെഴുതിയപ്പോൾ സാലിസൂട്ട് എന്നെഴുതി കാലിക്കറ്റ് എന്ന് വായിച്ചു, കോഴിക്കോട് പോകുക എന്ന് പറയും. ശൈഖുനയുടെ സംസാരം വല്ലാത്തൊരു സംസാരമാണ്, സാഹിത്യമായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയം ജനങ്ങൾക്ക് മനസ്സിലാവണം, പറയുന്ന വാക്കുകൾ മനസ്സിലാകണം. നമ്മൾ കേൾക്കുന്ന ഉച്ചരിക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും ബെറ്ററായ ശബ്ദം അല്ലാഹ്. ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാരും ഉച്ചരിച്ച ശബ്ദമാണ് അല്ലാഹ്. എല്ലാ ഔലിയാക്കളും ഉച്ചരിച്ച ശബ്ദമാണ് അല്ലാഹ്. അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാ ഹു. അല്ലാഹു എന്നുള്ള ശബ്ദം കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ അയൽവാസികൾക്ക് തടസ്സമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലുണ്ടോ? നിങ്ങൾ എത്ര വാത് കേട്ടാലും ഈ ഒരു വാത് നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കും. അതിര് നിങ്ങളൊന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ യഥേഷ്ടം വണ്ടി കൊണ്ടുപോയിക്കോ. റോഡിന് സൗകര്യം ചെയ്തോടി സന്തോഷത്തിലുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കല്യാണം, അടുത്തവരെ കല്യാണം ഉണ്ടാകുമ്പോൾ വീടും പൂട്ടി പോകുന്നവൻ, സ്വന്തം അടുത്ത അയൽവാസിയുടെ വീട്ടിൽ കല്യാണമുണ്ടാകുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരില്ലേ? മോമിനീങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത്. എന്ത് വാലാ നമ്മൾ കേൾക്കുന്നത്? എന്ത് ഈമാനാണ് നമ്മളിലുള്ളത്? എന്ത് തഖ്വയാണ് നമ്മളിലുള്ളത്? എവിടെ നിന്നാണ് നമ്മുടെ ഈ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത്? സ്വന്തം മോമിനീങ്ങളെ വേദനിപ്പിച്ചാൽ ആ വേദന തന്നെയല്ലേ? സംശയമില്ല. അതുകൊണ്ട് വിശാലമായി മോമിനീങ്ങൾ ചിന്തിക്കണം. അയൽവാസികൾക്ക് നിങ്ങൾ സ്ഥലം കൊടുക്ക്. റോഡ് എപ്പോഴും സന്തോഷമാണ്. റോഡ് സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. മോമിനീങ്ങളെ ഇസ്ലാമാ പറയുന്നത്, ഖുർആനാണിത് പറയുന്നത്. എല്ലാവർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മളില്ലെങ്കിൽ പിന്നെ നമ്മൾ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇല്ല. നമ്മുടെ നാട്ടിൽ മോമിനീങ്ങൾ റബ്ബേ കൊടുക്കൂല, ഞാൻ കൊടുക്കൂല എന്നാ. ഇത് വാരിക്കൂട്ടി, ദുനിയാവിനും കൊണ്ട് വാരിക്കൂട്ടി കൊണ്ട് വെച്ചിട്ട് സുബ്ഹാനല്ലാഹി അദ്ദുനിയാ കല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. സ്വർഗാവകാശികളുടെ 4 അടയാളങ്ങൾ. ആ 4 അടയാളങ്ങളും നമ്മളിൽ സമ്മേളിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. സ്വർഗം നമുക്കറിയാം സുഖങ്ങളുടെ പർദിശയാണ്. ദുനിയാവെന്ന കഷ്ടപ്പാടും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ മോമിനീങ്ങൾക്ക് സന്തോഷിക്കുവാനും സുഖിക്കുവാനുമുള്ള സ്ഥലമാണ് സ്വർഗം. അവിടെ പിന്നെ കൊളസ്ട്രോളിൻ്റെ വിഷയമല്ല, അവിടെ കാൽവേദനയുടെ വിഷയമല്ല, അവിടെ ടെൻഷനില്ല, അവിടെ വിഷമങ്ങളൊന്നുമില്ല. അവിടെ എല്ലാവർക്കും സലാം, സമാധാനമാണ്. എന്താണോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അതെല്ലാം സ്വർഗത്തിൽ അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാണ്. അതിലുണ്ട് മുന്തിരി പഴങ്ങളും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, പറക്കും സറീറതിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. എല്ലാ സുഖങ്ങളും അല്ലാഹു നമുക്ക് നൽകുന്ന സ്വർഗം മുഅ്മിനീങ്ങൾക്ക് മാത്രം അല്ലാഹു തആല കൊടുക്കുന്ന സ്വർഗം. ആ സ്വർഗത്തിന് നിങ്ങൾ ചോദിച്ചോ?
ഖാല റസൂലുള്ളാഹി. റമദാനിൽ എപ്പോഴും നമ്മൾ ചൊല്ലുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന. അല്ലാഹുവേ, നിന്നോട് ഞാനിതാ സ്വർഗം ചോദിക്കുന്നു. നമുക്ക് മാത്രം പോരാ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണം, ഉമ്മാക്ക് വേണം, സകലമാന മുഅ്മിനീങ്ങൾക്കും സ്വർഗം വേണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. സ്വർഗം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാ മഹാന്മാരെയും സ്വർഗത്തു നിന്ന് കാണണം. നഫീസത്തുൽ മിസ്രിയ, റാബിയത്തുൽ അദവിയ, ദന്നൂനുൽ മിസ്രി, ഇമാമുൽ ഷാഫി, ഇമാമുൽ ഗസാലി, സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹ്, സകലമാന അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ചുകൂടല്ല. റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ റഹ്മാനേ. അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. സ്വർഗാവകാശികളായ ആളുകളുടെ 4 അടയാളങ്ങൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായി പറയുന്നു, വജ്ഹുൻ മലീഹ്, പ്രസന്നമായ മുഖമായിരിക്കും സ്വർഗാവകാശികളുടേത്. പുഞ്ചിരിക്കുന്ന മുഖം, പ്രസന്നമായ മുഖമാണ് സ്വർഗാവകാശികൾക്കുള്ളതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. മനസ്സിൻ്റെ ഫീലിംഗ് എന്തോ, നല്ല ടെൻഷനുണ്ട് ഒരാളെ മുഖത്തേക്ക് നോക്കിയാൽ മുഖം പറയും എന്തൊരു ടെൻഷനുണ്ടെന്ന്, വായിച്ചെടുക്കാൻ കഴിയും. മുഖം വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മുടെ മനുഷ്യരാകുന്ന നമ്മുടെ ഈ സൃഷ്ടിപ്പിൽ മുഖത്തിൻ്റെ പ്രാധാന്യം വലിയ പ്രാധാന്യമാണ്. ഒരാൾ മുഖം കൊടുക്കുന്നു, മുഖം കൊടുക്കാതെ തിരിഞ്ഞു കളയുന്നു, രണ്ടും ടെൻഷൻ. അയാൾക്കിനി മുഖം തന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷയം തന്നെയാണ്. നേരെ മറിച്ചൊരു പ്രബോധകൻ, ഒരു പ്രഭാഷകൻ, ഒരു ദാഴി, ഒരു ബാപ്പ, ഒരു ഉമ്മ, ഒരു അധ്യാപകൻ, ഒരു ഗുരു, എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് മുഖം കൊടുത്തുകൊണ്ട് പുഞ്ചിരിക്കുന്നൊരു മുഖം, അത് ഈമാനിൻ്റെ ലക്ഷണമാണ്. മുഖപ്രസന്നത, മറ്റൊരാളോട് പുഞ്ചിരിക്കൽ അത് സ്വതക്കയാണെന്ന് ലോകത്തിൻ്റെ ഗുരുവേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഇളം പുഞ്ചിരി എപ്പോഴും ഉണ്ടാവുക, അത് സ്വർഗാവകാശികളുടെ ലക്ഷണമാണെന്ന് സയ്യിദനാ വ ഹബീബനാ റസൂലുള്ളാഹി. ചിരിക്കാൻ കഴിയണം, പുഞ്ചിരിക്കാൻ കഴിയണം, പൊട്ടിച്ചിരിക്കരുത്. അതേസമയം ഒരു പുഞ്ചിരി എപ്പോഴും വേണം, അത് ഈമാനിൻ്റെ അടയാളമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ആരംഭ റസൂലിൻ്റെ പൂമുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടേയിരിക്കുന്ന മുഖമാണ്. എന്ത് ചന്തമാണ് റസൂലുള്ളാഹിൻ്റെ പൂമുഖം കാണാൻ, എന്ത് ഭംഗിയാണ് ഹബീബിൻ്റെ പൂമുഖം കാണാൻ, എന്ത് രസമാണ് ഹബീബിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. പ്രകാശിക്കുന്ന മുഖവും മിന്നുന്ന ചുണ്ടുമായി ലോകത്തേക്ക് പ്രത്യക്ഷപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ അമ്പിയാക്കന്മാരും മുഖഭംഗിയുള്ളവരാണ്, എല്ലാ അമ്പിയാക്കന്മാരും സൗന്ദര്യമുള്ളവരാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നല്ലൊരു മുഖം കൊടുത്ത് സംസാരിക്കുക, ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കുക എന്നുള്ളത്, അത് ഈമാനിൻ്റെ അടയാളം. സ്വർഗാവകാശികളുടെ ലക്ഷണമെണ്ണുമ്പോൾ മുസ്തഫ നബിതങ്ങൾ പറയുന്നതാണ്, പ്രസന്നമായൊരു മുഖം എപ്പോഴും ഉണ്ടാവുക. ഈ മുഖത്തിൻ്റെ കാരുണ്യവാനായ അള്ളാഹു സമ്മാനിച്ച സംവിധാനങ്ങൾ അത്യപൂർവവും അത്ഭുതവുമാണ്. കൂടുതലൊന്നും വായിക്കേണ്ട. മുഖത്തിന് അള്ളാഹു കൊടുത്തത് 2 കണ്ണുകൾ, ഒരു മൂക്ക്, മനോഹരമായ ചുണ്ടുകൾ. എന്തെല്ലാമാണ് ഇതിൻ്റെ വിശേഷണങ്ങൾ.
അള്ളാഹുവിനെ അറിയാൻ അമേരിക്കയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്വന്തം ശരീരത്തിലേക്കൊന്ന് വന്നാൽ തന്നെ അള്ളാഹുവിനെ പറ്റി അറിയാൻ കഴിയും. അള്ളാഹു നമുക്ക് നൽകിയ ദൃഷ്ടാന്തങ്ങൾ, കുദറത്തുകൾ, അജായിബുകൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, നിങ്ങൾ നോക്കൂ, നമ്മുടെ മൂക്ക് എന്നത് ഒരു മഹാസംഭവമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂക്ക് എന്നുള്ളത്. ഈ മൂക്കിന് അല്ലാഹു തആല കൊടുത്ത അത്ഭുതാവഹമായിരിക്കുന്ന ഒരു സംഭവം. മൂക്കിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാൻ ഒരു കാരണവശാലും ഒരു പ്രാണിക്കും സാധ്യമല്ല. അത് അവിടെ നിരോധിത മേഖലയാണ്. നമ്മുടെയൊക്കെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്രാണിയോ മറ്റെന്തെങ്കിലും കയറിപ്പോകാൻ തടസ്സമിടുകയാണ് കാരുണ്യവാനായ അല്ലാഹു തആല. മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കുറേ രോമകൂമങ്ങളെ വെച്ചു അവൻ. അല്ലാഹു തആല കാരുണ്യവാനാണ്, ദയാലുവാണ്, ഹിക്മത്തുള്ളവനാണവൻ. മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തേക്കതാ രോമകൂമങ്ങൾ. എന്തിനാണ് ആ സംഭവം വെച്ചെന്നാ, ഏതെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തൊരു പ്രാണി നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നിരോധിത മേഖലയായ മൂക്കിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയാൽ മൂക്കിനൊരു പ്രഖ്യാപനമുണ്ട്. അതെന്താണ്? ചിം എന്നാണ്. യു ഗെറ്റ് ഔട്ട്. അകത്തേക്ക് പ്രവേശനമില്ല. ഇതെന്താ സംഭവം? ലോക അത്ഭുതങ്ങളിൽപ്പെട്ടൊരു അത്ഭുത സംഭവം. മറ്റൊന്നും അള്ളാഹുവിനെ പറ്റി അറിയുവാൻ കൂടുതൽ നമ്മൾ ലോക വാർത്തകളൊന്നും വായിക്കേണ്ട, സ്വന്തം ശരീരത്തിലേക്ക് തന്നെ വന്നാൽ മതി. ഏതെങ്കിലും ഒരു പ്രാണി മൂക്കിൻ്റെ ഉള്ളിലേക്ക് വരുന്ന മൂക്കിൻ്റെ പ്രഖ്യാപനം യു ഗെറ്റ് ഔട്ട്, തുമ്മുകയാണ്. അതിലൂടെ തെറിച്ചു പോയിട്ടില്ലെങ്കിൽ അടുത്തത് പ്രഖ്യാപനം വരുന്നുണ്ട്. എന്താ? നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് എന്തൊരു സാധനം കടന്നു വന്നാലും നമ്മുടെ ബ്രെയിൻ തലച്ചോറിലേക്ക് തന്നെ സന്ദേശം കൊടുക്കുന്നുണ്ട്. ഇതാ ഉസ്താദേ, തങ്ങളെ ഒരു ഈച്ച വന്നിട്ടുണ്ട്, ഒരു കൊതുക് വന്നിട്ടുണ്ട്, അങ്ങനെ 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 സന്ദേശങ്ങളാണ്. ചിമ്മെന്നാണ്. അൽഹംദുലില്ലാഹ്, ഒരാൾ തുമ്മുകയാണ്, അതോടുകൂടെ അതങ്ങ് തെറിച്ചു പോവുകയാണ്. ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവിടെ മുസ്തഫ നബി തങ്ങൾ ഇടപെടുകയാണ്. ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയണേ, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്തിനാണ് പറയുന്നത്? ഒരു തുമ്മുക എന്നുള്ളത് മനുഷ്യ ശരീരത്തിൽ നടക്കുന്നൊരു വലിയൊരു പ്രതിഭാസമാണ്. ഒരു ചെറിയൊരു സമയം നമ്മളുടെ ശ്വാസോച്ഛ്വാസം അങ്ങ് സ്റ്റക്കായി പോവുകയാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, വല്ലാത്ത സംഭവം തന്നെയാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ കാരുണ്യവാനായ അല്ലാഹു തആല നമ്മുടെ രണ്ട് കണ്ണുകൾ, അലം നജ്അൽ ലഹു ഐനൈൻ, അലം നജ്അൽ ലഹു ഐനൈൻ, നിങ്ങൾക്ക് രണ്ട് കണ്ണുകൾ നാം നൽകിയില്ലയോ? രണ്ട് കണ്ണുകൾ. എന്ത് രസമാണ് നമ്മുടെ കണ്ണുകൾ കാണാൻ, എന്ത് അഴകാണ് നമ്മുടെ മിഴികൾ കാണാൻ. ഈ കണ്ണിന് കൃഷ്ണമണിക്ക് അല്ലാഹു തആല കൊടുത്ത പ്രൊട്ടക്ഷൻ, രണ്ട് ഭാഗത്തും നല്ല പ്രൊട്ടക്ഷൻ കൊടുത്തു. ആ കണ്ണിന് നല്ല സുരക്ഷിതത്വം അല്ലാഹു തആല കൊടുക്കുകയാണ്. കാരുണ്യവാനായ അല്ലാഹു തആല നമുക്ക് കണ്ണിൻ്റെ കാഴ്ച നിലനിർത്തിയിട്ടരട്ടെ. കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണെന്ന് അറിയുക. രണ്ട് പിരികങ്ങൾ അതിങ്ങനെ അടക്കുന്നു, ഓപ്പണാക്കുന്നു. കണ്ണിന് പൂർണ്ണ സുരക്ഷിതത്വം അല്ലാഹു തആല നൽകി. മറ്റേതൊരു കമ്പനിക്കും ഇത് കൊടുക്കാൻ കഴിയില്ല. ഒരു ശരീരത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്ത് ഓരോന്നും അല്ലാഹു കറക്റ്റാക്കി ഫിറ്റാക്കിയവരാണ്. കാരുണ്യവാനായ അല്ലാഹ്, പഠിച്ചവനെ, വല്ലാത്ത സംഭവം തന്നെയാണ് മുഖം. അതുകൊണ്ട് ബൈക്ക് യാത്രക്കാർ
ബൈക്ക് യാത്രക്കാർ നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കണം. അതെന്തിനാണ്? അള്ളാഹു നൽകിയ കണ്ണിനെ പൂർണ്ണമായും സുരക്ഷിതമാക്കി സൂക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ബൈക്ക് യാത്രയിൽ മിക്കവാറും പൊടിപടലങ്ങളുണ്ടാകും. കണ്ണിനും മുഖത്തിനും തലക്കുമൊക്കെ സുരക്ഷിതമായി നമുക്ക് യാത്ര ചെയ്യുവാനും ആരോഗ്യത്തോടുകൂടെ ജീവിക്കുവാനും അത് അനിവാര്യമാണ്. ഓരോന്നും അങ്ങനെയാണ്. മുഖം വല്ലാത്ത സന്തോഷമാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വജ്ഹുൻ മലീഹ്, പ്രസന്നമായ മുഖഭാഗം സ്വർഗാവകാശികളുടെ ലക്ഷണമാണെന്ന് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹു തആല അത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുഖത്തിന് ഭംഗി കൂടാൻ തഹജ്ജുദ് നിസ്കാരം കൃത്യമായി തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹു 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 എന്നുള്ള ദിക്ർ ധാരാളമായി അങ്ങ് ചൊല്ലിയാൽ അല്ലാഹ് 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 എന്ന മഹത്തരമായ ദിക്ർ അങ്ങനെ ചൊല്ലി ഇസ്മങ്ങനെ ചൊല്ലിയാൽ ധാരാളമായി നമുക്ക് മുഖഭംഗി ഇങ്ങനെ കൂടുകയാണ്. അള്ളാഹുവിൻ്റെ മഅരിഫത്തിൻ്റെ ജ്ഞാനങ്ങൾ നമുക്കിലേക്ക് ഉറവെടുത്ത് വരികയാണ്. കാരണം ലോകത്ത് നമ്മൾ വായിക്കുന്ന ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ, നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ശബ്ദം അല്ലാഹു എന്നുള്ള ശബ്ദമാണ് അല്ലേ? നമ്മൾ കേൾക്കുന്ന ഉച്ചരിക്കുന്ന ശബ്ദങ്ങളിൽ ഏറ്റവും ബെറ്ററായ ശബ്ദം അല്ലാഹു എന്നുള്ള മഹത്തരമായിരിക്കുന്ന മഹോന്നതമായ ഇസ്മിൻ്റെ മഹത്തരമായിരിക്കുന്ന പ്രാധാന്യം നമ്മൾ അറിയുമ്പോഴാണ് അല്ലാഹ്. ലോകത്തെ എല്ലാ അമ്പിയാക്കന്മാരും ഉച്ചരിച്ച ശബ്ദമാണ് അല്ലാഹ്. എല്ലാ ഔലിയാക്കളും ഉച്ചരിച്ച ശബ്ദമാണ് അല്ലാഹ്. അല്ലാഹ് അൻതൽ ഹാദി അൻതൽ ഹഖ് ലൈസൽ ഹാദി ഇല്ലാ ഹു. അല്ലാഹു എന്നുള്ള ശബ്ദം എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹ് എന്നുള്ള ശബ്ദം, എല്ലാ ഔലിയാക്കളും അല്ലാഹ് അതിലങ്ങ് ലയിച്ചുപോയി ആനന്ദവും അനുരാഗവുമായി മാറുകയാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കുട്ടി ഭൂമിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന സമയത്ത് പ്രസവിച്ച ഉടനെ തന്നെ കുട്ടി കേൾക്കേണ്ട ശബ്ദവും ഏതാണ്? ആ ബാങ്കിൻ്റെ ധ്വനിയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ ആദ്യമായി പറയുന്നത് ഏതാണ്? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ശബ്ദമാണ്. ഈ കുട്ടി ലോകത്തെ ആദ്യം അറിയേണ്ടത് അല്ലാഹുവിനെ പറ്റിയാണ്. കേൾക്കേണ്ടതും അല്ലാഹുവിനെ പറ്റിയാണ്, അറിയേണ്ടതും അല്ലാഹുവിനെ പറ്റിയാണ്, ജീവിക്കുന്നതെല്ലാം അല്ലാഹുവിനെ പറ്റിയാണ്. അല്ലാഹ് ഭയങ്കര ശബ്ദമാണ്. അല്ലാഹു എന്നുള്ള ഇസ്മ ഏതൊരു എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഉമ്മമാരെ, സഹോദരിമാരെ, അല്ലാഹു എന്നുള്ള ശബ്ദം ഏതൊരു ദിക്റിൽ കടന്നു വരുന്നുണ്ടോ ആ ദിക്റിന് മറ്റ് ദിക്റുകളെ അപേക്ഷിച്ചുകൊണ്ട് പവർ കൂടുകയാണ്. അല്ലാഹ് എന്നുള്ള ശബ്ദം ഏതൊരു ദിക്റിൽ കടന്നു വരുന്നുണ്ടോ ആ ദിക്റിന് മറ്റ് ദിക്റുകളെ വെച്ച് മാറ്റുകൂടുകയാണ്. അല്ലാഹു അല്ലാഹു അല്ലാഹ്. ബിസ്മി ചൊല്ലുന്ന ആൾ, ബിസ്മിയുടെ ഒരു പവർ ഏതാണ്? ബിസ്മി അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാൻ. ഉണ്ടോ? അൽഹംദുലില്ലാഹ് ഒരു പവർ എന്താണ്? അൽഹംദുലില്ലാഹ്. അല്ലാഹു എന്നുള്ള പവറാണ്. മനുഷ്യൻ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹിനെ അറിയാൻ വേണ്ടിയാണ്. മനുഷ്യൻ എന്തിനാണ്? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആയത്തുൽ കുർസിയുടെ തുടക്കം നിങ്ങളൊന്ന് പറയൂ. ആയത്തുൽ കുർസിയുടെ പവർ ഏതാണ്? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അസ്മാഉൽ ഹുസ്ന വലിയ പവറാണ്. അതിൽ അല്ലാഹു എന്നുള്ളത് വല്ലാത്ത പവറാണ്.
അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിനും അല്ലാഹു അക്ബർ, തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു തന്നെ. നിസ്കരിക്കുമ്പോഴും അല്ലാഹു അക്ബർ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഹജ്ജിൻ്റെ വേളയിലും നമ്മൾ ശബ്ദമതാ കേൾക്കുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാ എന്ന ശബ്ദമാണ്. എല്ലാ ഔലിയാക്കളും അല്ലാഹു എന്നുള്ള ശബ്ദത്തിന് വ്യാഖ്യാനം കൊടുക്കുകയാണ്. അല്ലാഹുവിനെ അറിയുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹ് തന്നെ പറയുന്നു, അല്ലാഹുവിൻ്റെ മഹത്വം, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹുവിന് സുന്ദരങ്ങളായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്തോ. ഖാലല്ലാഹു അസ്സ വജൽ. അള്ളാഹു എന്നുള്ള ശബ്ദം രസമാണ്. ഇനി ആൾ മരിക്കാം, ചൊല്ലി 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 ജീവിതത്തിൽ അവസാനം ഈ ദുനിയാവെന്ന് വിട പറയുമ്പോഴും അതാ മൻ കാന ആഖിറു കലാം, ആരെങ്കിലും ഒരാളുടെ അവസാനത്തെ സംസാരം, അവസാനത്തെ ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ് എന്ന ശബ്ദത്തോടുകൂടി ഒരാൾ മരണപ്പെട്ടു പോയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുപോയി. ഖാല റസൂലുള്ളാഹി. അത് സംഭവം അല്ലാഹുവിനെ അറിയണം. എല്ലാ മഹാന്മാരും അല്ലാഹ് എന്നുള്ള ദിക്ർ ലക്ഷങ്ങൾ ചൊല്ലിയവരാണ്. അല്ലാഹ് 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 അല്ലാഹു അല്ലാഹ്. അതിലങ്ങ് ലയിക്കുകയാണ്. എല്ലാം അല്ലാഹുവിനുള്ളതാണ്. സസ്യലതാദികളും ആകാശങ്ങളും ഗാലക്സികളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെതാണ്. എല്ലാം അല്ലാഹുവിൻ്റെ തസ്ബീഹിലാണ്. എല്ലാം അല്ലാഹുവിൻ്റെ മഹത്വം പറയും. അപ്പോൾ അല്ലാഹു എന്നുള്ള ഇസ്മു വല്ലാത്തൊരു ഇസ്മു തന്നെയാണ്. അല്ലാഹു എന്നുള്ള ഇസ്മു ഒരാൾ കൂടുതലായി സമയം ചൊല്ലിയാൽ മനസ്സിന് സമാധാനം കടന്നു വരികയാണ്. ചെറിയ കുട്ടികളിങ്ങനെ കരയുന്ന സമയം നിങ്ങൾ കുട്ടിയെ തൊട്ടിലേറ്റ് ഇങ്ങനെ ആട്ടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് എന്നുള്ള ശബ്ദം കേൾക്കുമ്പോഴേ കുട്ടി അടങ്ങുകയാണ്. കാരണം ഈ ഒരടക്കമേതാണ്. അല്ലാഹു എന്നുള്ള ശബ്ദം കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾ ഇങ്ങനെ കേൾക്കട്ടെ, അതിങ്ങനെ കേട്ട് പഠിക്കണം. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹ് എന്ന ശബ്ദം കേൾക്കുമ്പോഴേക്ക് അടങ്ങുന്ന പിശാചിന് ഏറ്റവും കൂടുതൽ പേടിയാണ് ഈ അല്ലാഹു എന്നുള്ള ഇസ്മ. അതുകൊണ്ടാണ് ബാങ്ക് കൊടുക്കുന്ന സമയം ബാങ്ക് കേൾക്കുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോഴേക്ക് പിശാച് ഓടി 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 മറഞ്ഞു പോകുമേ. ഖാല റസൂലുള്ളാഹി. ബാങ്ക് കേൾക്കാത്ത ഭാഗത്തേക്ക് പിശാച് ഓടി ഓടി ഒളിക്കുമെന്നാണ്. കാരണം ഈ ഒരു പദം അവന് കേട്ടുകൂടാ. അല്ലാഹു അക്ബർ നല്ല ശബ്ദമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കരയുന്ന സമയത്ത് ലാ ഇലാഹ ചൊല്ലിക്കൊടുക്കുക. അതിങ്ങനെ താരാട്ട്. അതേസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലും ഹുളൂരിയത്തോടുകൂടെ ചെല്ലണം എന്നാണ്. ഹുളൂരിയത്തോടുകൂടെ ചെല്ലുക ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സ്വർഗാവകാശികളുടെ 4 അടയാളങ്ങളിൽ ഒന്ന് എപ്പോൾ നോക്കിയാലും മുഖപ്രസന്നതയാണ്. ആരോട് സംസാരിക്കുമ്പോഴും സന്തോഷത്തോടു കൂടെയാണ് പറയുക. അങ്ങനത്തെ ഒരു സന്തോഷം മനസ്സ് വേണം.
ഭാര്യയോട് സംസാരിക്കുമ്പോൾ മുഖം കൊടുക്കണം. ശിഷ്യനോട് സംസാരിക്കുമ്പോൾ മുഖം കൊടുക്കാതിരിക്കരുത്. സന്തോഷത്തോടെ നിങ്ങൾ പറഞ്ഞോ, അതാണ് സന്തോഷം. ഒന്ന് പുഞ്ചിരിച്ച്, സാരല്ല, അതങ്ങ് റാഹത്താവും. ഭാര്യയ്ക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് കുടുങ്ങി, ഭക്ഷണത്തിലൊരു ഉപ്പിൻ്റെ പോരായി ഉണ്ടായി, സാരല്ല, അത് അടുത്തേക്ക് നോക്കിയാൽ മതി. ഒരു വാക്ക്, ഒരു പുഞ്ചിരിയോടെ പറയും. അത് സ്വർഗാവകാശികളുടെ ലക്ഷണമാണ്. മുഖം കറുപ്പിച്ചുകൊണ്ട് ഭീകരമായ രൂപം സ്വർഗവാസികളുടെ ലക്ഷണമല്ല. മുസ്തഫ നബി തങ്ങൾ പറയാണ്, വജ്ഹുൻ മലീ, പ്രസന്നമായ മുഖം, അത് സ്വർഗാവകാശികളുടെ ലക്ഷണമാണെന്ന് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അധ്യാപകന്മാർ, ഗുരുനാഥന്മാർ എല്ലാവരും മുഖപ്രസന്നതയുള്ളവണ്. കുട്ടികൾ ക്ലാസ്സിലേക്ക് കടന്നു വരുമ്പോൾ അധ്യാപകന്മാർ കൂടുതലായിക്കൊണ്ട് സ്ട്രോങ്ങോടുകൂടി നിൽക്കണമെന്നില്ല. കുട്ടികളെ സ്വീകരിക്കാൻ കെൽപ്പുള്ളവരായിരിക്കണം അധ്യാപകന്മാർ. കുട്ടികളെ സ്നേഹത്തോടുകൂടെ തലോടാൻ കെൽപ്പുള്ളവരാവണം അധ്യാപകന്മാർ. രക്ഷിതാക്കളും ഉമ്മമാരും ഉപ്പമാരും അങ്ങനെയാവണം. പുഞ്ചിരിയല്ലാത്ത സന്തോഷമാണ്. നമ്മുടെ മക്കളിങ്ങനെ കരഞ്ഞപ്പോൾ കുട്ടിനെടുത്ത് ഇങ്ങനെ ഒന്ന് പാട്ടുപാടി ഒന്ന് വേത്തിയിലിപ്പോൾ കുട്ടി അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. നമുക്കിന് സമാധാനം. ഈ പുഞ്ചിരി വല്ലാത്തൊരു സന്തോഷമാണ്. ഇത് മനുഷ്യന് മാത്രം സ്വന്തമാണ്. മാഷാ അല്ലാഹ്, വജ്ഹുൻ മലീഹ്, നല്ല മുഖപ്രസന്നത ഉണ്ടാകും, നല്ലൊരു വർത്താനം, നല്ലൊരു നോട്ടം. അതുതന്നെ. രണ്ടാമതായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വർഗാവകാശികൾപ്പെട്ടവരുടെ രണ്ടാമത്തെ അടയാളം ലിസാനുൻ ഫസീഹ്, സ്ഫുടമായ സംസാരം. സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തിരിയുന്ന രൂപത്തിലാവണമെന്നാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് തിരിയുന്ന രൂപത്തിൽ സംസാരിക്കുക. അപ്പോൾ അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം എന്ന് പറയുക. അസ്സലാമു അലൈക്കും, വഅലൈക്കും എന്നല്ല. സംസാരത്തിൻ്റെ ഭാഷകൾ അത് പറയുമ്പോൾ നല്ല സ്ഫുടമായ സംസാരമായിരിക്കും. ശൈഖുനാ സിയ്യൂമി റളിയല്ലാഹു അൻഹു നിങ്ങൾ നോക്കി, അവിടുത്തെ സംസാരം സ്ഫുടകമായ സംസാരമാണ്. അത് വേണ്ട, അത് ഞാൻ സുഖപ്പെടുത്തി. മാഷാ അല്ലാഹ്, ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. ശൈഖുനയുടെ സംസാരം എന്താണ്? അവിടുത്തെ സാഹിത്യം എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പോകാം. കാലിക്കറ്റ് എന്നെഴുതിയപ്പോൾ സാലിസൂട്ട് എന്നെഴുതി കാലിക്കറ്റ് എന്ന് വായിച്ചു, കോഴിക്കോട് പോകുക എന്ന് പറയും. ശൈഖുനയുടെ സംസാരം വല്ലാത്തൊരു സംസാരമാണ്, സാഹിത്യമായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയം ജനങ്ങൾക്ക് മനസ്സിലാവണം, പറയുന്ന വാക്കുകൾ മനസ്സിലാകണം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുമ്പോൾ അവിടുത്തെ പ്രഭാഷണം ഓരോന്നും മണിമണിയായി എഴുതാൻ കഴിയുന്ന രൂപത്തിലായിരുന്നു അവിടുത്തെ സംസാരിക്കാറുള്ളത്. ഓരോ വാക്കുകളും അവിടെ നിന്ന് മുസ്തഫ നബി തങ്ങൾ ഇങ്ങനെ വളരെ വളരെ കറക്റ്റായിട്ട് ഉച്ചരിക്കും. മാഷാ അല്ലാഹ്, ലിസാനുൻ ഫസീഹുൻ, നല്ലൊരു നാവ്, നല്ല നാവാണ്. നല്ല നാവാവണം നമ്മുടെ നാവ് എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ പറയുക, നല്ല സംസാരങ്ങൾ, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ കൂടുതലായി ഓതുക. നാവ് അള്ളാഹു നമുക്ക് നൽകി അതിന് വേണ്ടിയാണ്. അള്ളാഹുവിനെ പറ്റി പറയാനാണ്, ദിക്ർ ചൊല്ലാനാണ്, സ്വലാത്ത് ചൊല്ലാനാണ്, നന്മകൾ സുഹൃതങ്ങൾ പറയട്ടെ. അങ്ങനെ നേരെ മറിച്ചാവർ മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്നൊരു വാക്ക് പറഞ്ഞു പോകരുത്. ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞു പോകരുത്. അത് സ്വർഗാവകാശിയുടെ ലക്ഷണമല്ല. സ്വർഗാവകാശിയുടെ ലക്ഷണമേതാണ്? ലിസാനുൻ ഫസീഹ്, നല്ല നാവാണ്. ഒരു വാക്ക് മതിയല്ല ഒരാളെ സന്തോഷിപ്പിക്കാൻ. 1,00,000 രൂപ കടം കൊടുത്ത ഒരാൾക്ക് വാങ്ങിയ ആള്
അയാൾക്ക് ബേജാറ് ഡേറ്റായി. അയാൾ വാങ്ങിയോട് പറഞ്ഞു, സുഹൃത്തേ എനിക്ക് തരാൻ പൈസയില്ലെന്ന് പറയുമ്പോൾ അയാൾ പറയാണ്, സുഹൃത്തേ സാരല്ല, കുറച്ചുകൂടി തന്നിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ നല്ലാത്തൊരു വാക്കാണത്. അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം വന്നുപോയി. അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്, ഏത് കാര്യങ്ങൾക്കും അങ്ങനെയാണ്. നല്ലൊരു വാക്ക്. ഇനി നല്ലൊരു വാക്ക് പറയാൻ നമുക്ക് സമയമുണ്ടോ? ഞാൻ പറയാം, മലയാളികൾ, മുഅ്മിനീങ്ങൾ, മലയാളികൾ ഉണരാൻ തീരെ ചിന്തിക്കാത്തൊരു മേഖല ഉണ്ട്. കേരളത്തിലുടനീളം നമ്മൾ സഞ്ചരിച്ചാൽ കാണുന്നൊരു യാഥാർത്ഥ്യം അതെന്താ? ഒരു വീട്, നമ്മുടെ വീട്, ആ വീടിന് ചുറ്റുഭാഗം വലിയ കൺമതിലുകൾ. ആ കൺമതിലുകൾക്ക് ഒരു ഭാഗത്ത് വലിയ ഗേറ്റ്. നമ്മൾ സുരക്ഷിതമായി കഴിഞ്ഞു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ മലയാളികൾ മാറാത്തൊരു സങ്കടം ഞാൻ എപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറയാറുണ്ട്. ഇന്നും ഞാനിത് പറയുമ്പോഴും ഈ ഒരു സംഭവത്തിന് വേണ്ടി വിഷമിക്കുന്നവർ എത്രയോ ആളുകളുണ്ട്. എന്താ സംഭവം? നമ്മളൊരു വീടുണ്ടാക്കി, മതിലൊക്കെ കെട്ടി. തൊട്ടടുത്ത് നമ്മുടെ അയൽവാസി, അപ്പുറത്തെ അയൽവാസി, ഇവിടുത്തെ അയൽവാസി, എല്ലാ അയൽവാസികളും നമ്മളോട് അയൽവാസികളുടെ കടമയുണ്ടല്ലോ. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വലിയ കൺമതിലും കൊണ്ട് കെട്ടിയിട്ട് മനസ്സിൻ്റെ ഉള്ളിലുള്ള കൺമതിൽ പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തു. അത് പുറത്തും കൺമതിലായി മാറി. ഞാനും എൻ്റെ കുടുംബവും മറ്റുള്ളവർക്കവിടെ മാറി നിൽക്കട്ടെ. ഇക്കാരണം കൊണ്ട് മുഅ്മിനീങ്ങളുടെ മനസ്സൊന്ന് മാറേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹ്, അപ്പുറത്തെ അയൽവാസിക്ക് റോഡിന് സൗകര്യമില്ല. കൂട്ടുകാരാ, നിങ്ങൾ അല്പമൊരു സ്ഥലം നിങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ ഇയാളെന്താ ചെയ്യുന്നത്? തൻ്റെ ഭൂമി കറക്റ്റ് അതിര് തിരിച്ച്, നമ്മുടെ സാമർഥ്യമാണത്, മുഅ്മിനീങ്ങളുടെ സാമർഥ്യം, കറക്റ്റ് അതിരിങ്ങോട്ട് തിരിച്ചിട്ട് ഒരു ഇഞ്ചും ഞാൻ വിട്ടുകൊടുക്കൂലെന്നാ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ഇഞ്ചും ഞാൻ വിട്ടുകൊടുക്കൂല. ഇവനെന്ത് അധികാരമായതിനുള്ളത്? ഇവൻ മരണപ്പെട്ടു പോയാൽ ഇത് മക്കളിലേക്ക് പോകുകയല്ലേ? പടച്ച റബ്ബേ, എത്രയോ അയൽവാസികൾ, എത്രയോ മുഅ്മിനീങ്ങൾ ഇന്നും ടെൻഷനിലല്ലേ? റോഡിന് സൗകര്യമില്ലാത്തത് കൊണ്ട് സ്ഥലം കൊടുക്കുന്നില്ല. സ്ഥലമില്ലായിട്ടല്ല, പൈസ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മുഅ്മിനീങ്ങളുടെ മനസ്സ് മാറുന്നില്ല. പിന്നെ ദുആക്ക് എങ്ങനെ ഇജാബത്ത് കിട്ടാനാണ്? എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ അയൽവാസികൾക്ക് തടസ്സമാകുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലുണ്ടോ? നിങ്ങൾ എത്ര വാദ കേട്ടാലും ഈ ഒരു വാദ നിങ്ങൾക്ക് മാറ്റമുണ്ടാക്കും. അതിര് നിങ്ങളൊന്ന് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ യഥേഷ്ടം വണ്ടി കൊണ്ടുപോയിക്കോ. റോഡിന് സൗകര്യം ചെയ്തോടി സന്തോഷത്തിലുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ കല്യാണം, അടുത്തവരെ കല്യാണം ഉണ്ടാകുമ്പോൾ വീടും പൂട്ടി പോകുന്നവർ, സ്വന്തം അടുത്ത അയൽവാസിയുടെ വീട്ടിൽ കല്യാണമുണ്ടാകുമ്പോൾ പാർക്കിംഗ് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരില്ലേ? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലാണ് ഞാൻ പറയുന്നത്. എന്ത് വാദാ നമ്മൾ കേൾക്കുന്നത്? എന്ത് ഈമാനാണ് നമ്മളിലുള്ളത്? എന്ത് തഖ്വയാണ് നമ്മളിലുള്ളത്? എവിടെ നിന്നാണ് നമ്മുടെ ഈ ദുആക്ക് ഇജാബത്ത് കിട്ടുന്നത്? സ്വന്തം മുഅ്മിനീങ്ങളെ വേദനിപ്പിച്ചാൽ ആ വേദന തന്നെയല്ലേ? സംശയമില്ല. അതുകൊണ്ട് വിശാലമായി മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അയൽവാസികൾക്ക് നിങ്ങൾ സ്ഥലം കൊടുക്ക്. റോഡ് എപ്പോഴും സന്തോഷമാണ്. റോഡ് സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. മുഅ്മിനീങ്ങളെ ഇസ്ലാമാ പറയുന്നത്, ഖുർആനാണിത് പറയുന്നത്. എല്ലാവർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവം നമ്മളില്ലെങ്കിൽ പിന്നെ നമ്മൾ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഇല്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ. അയൽവാസികൾക്ക് റോഡ് സൗകര്യം, വെള്ളത്തിൻ്റെ സൗകര്യം, ഇതൊക്കെ നമ്മൾ ചെയ്താൽ നമുക്ക് വലിയ കൂലി അല്ലാഹു തആല നൽകുന്നുണ്ട്. ആഖിറത്തിലേക്ക് വലിയ മുതൽക്കൂട്ടാണ്. അങ്ങനെ നമ്മൾ ചെയ്യാം. വെള്ള സൗകര്യം, റോഡ് സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കുക. എന്തെല്ലാം സാഹചര്യം ഞാൻ കണ്ടത് നമ്മുടെ കേരളത്തിൽ ഭയങ്കര. ഏത് ജില്ല, ഒരു ജില്ല എന്നല്ല, ഏത് ജില്ലയിൽ പോയി നോക്കിയാലും നിങ്ങളുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ യാത്ര പോവുക,
എന്നാൽ ചെറിയ ഇടവഴി, രണ്ട് ഭാഗത്തും വലിയ വിശാലമായ പറമ്പ. ആ നാട്ടിലുള്ള ആളുകളുടെ സ്ഥലം കൊടുക്കാതെ വാശി അല്ലെങ്കിൽ പിടിവാശി, മൈസർ, പിശുക്ക്, എന്തെല്ലൊക്കെ ഇനി പറയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുഅ്മിനീങ്ങളെ, ഈമാനിലേക്ക് വരി, ഖുർആനിലേക്ക് വരി. അപ്പോൾ എല്ലാവർക്കും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, വിശാലമായ കാഴ്ചപ്പാട്. ഇതിനെ കണ്ടത് ദ്വീപുകളിൽ ചെന്നാൽ, ലക്ഷദ്വീപുകളിൽ ചെന്നാൽ ഈ ഒരു കൺമതിലും മതിൽ കെട്ടില്ല. ആർക്കും ആരെ പറമ്പിലൂടെ യഥേശം നടക്കാൻ കഴിയും, ഒരു വിഷയമില്ല. നമ്മുടെ നാട്ടിൽ മോമിനിയങ്ങൾ റബ്ബേ കൊടുക്കൂല, ഞാൻ കൊടുക്കൂല എന്നാ. ഇത് വാരിക്കൂട്ടി, ദുനിയാവിനെ കൊണ്ട് വാരിക്കൂട്ടി കൊണ്ട് വെച്ചിട്ട് സുബ്ഹാനല്ലാഹി അദ്ദുനിയാ കല്ലു മിനൽ ഖലീലി വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഹിയ ദുനിയാ, ഈ ദുനിയാവെന്ന് പറയുന്നത് ഹിയ ദുനിയാ അഖല്ലു മിനൽ ഖലീലി, അത് വളരെ കുറവാണ്. ഒരാളുടെ വയസ്സ് 63, 70, ഏറി വന്നാൽ 100 അല്ലേ ഉള്ളൂ. പക്ഷേ വഅശിഖുഹാ അദല്ലു മിനൽ ദലീലി, അതിനെ ഇഷ്ക് വെക്കുക എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന ഏർപ്പാടാണ്. ദുനിയാവിലിപ്പം ഞാൻ പറയാ, എത്ര ആൾക്കാർ കൊമ്പന്മാർ വമ്പന്മാർ കഴിഞ്ഞു പോയി. ഫറോവ ചക്രവർത്തിയില്ലായിരുന്നോ? ഫറോവ ചക്രവർത്തി സുബ്ഹാനല്ലാഹ് ജല്ല ജലാലുഹു, എത്ര അവൻ്റെ അഹങ്കാരങ്ങൾ. ഫറോവ ഫിർഔൻ ചക്രവർത്തി, അവൻ്റെ ആഡംബരങ്ങൾ എന്തൊക്കെ എത്രയാണ്. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. ചങ്ങായി പേടുള്ളത് ഓൻ്റെ ഭരണം എവിടെ? അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ എത്രയെത്ര വലിയ 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 രാജാക്കന്മാർ. നിങ്ങൾ വെല്ലൂർ ലത്തീഫിയിലേക്ക് പോയാൽ, വെല്ലൂർ ലത്തീഫിയ സിറ്റിയുടെ ഭാഗത്ത് നിങ്ങളെത്തിയാൽ നിങ്ങൾക്ക് നവാബിൻ്റെ കോട്ട കാണാൻ കഴിയും. ആ വലിയ കോട്ടയുടെ ചുറ്റുഭാഗത്തും വലിയ തടാകം കാണാൻ കഴിയും. ആ വലിയ തടാകത്തിൽ വലിയ വലിയ മുതലകളാണ്. എന്തിനാണ് മുതലകളെ വെച്ചെന്നറിയോ? അക്രമികൾ ഒരിക്കലും കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു വരരുത്. സുബ്ഹാനല്ലാഹ്, സുരക്ഷിതമായി കൊണ്ട് കോട്ടയിൽ നിൽക്കാനാണ്. ആ കോട്ട, അങ്ങനെയുള്ള വലിയ കോട്ടകൾ പണിതുകൊണ്ട് ജീവിച്ച രാജാക്കന്മാരില്ലേ? അങ്ങനത്തെ രാജാക്കന്മാരെവിടെ പോയി? അവരിന്നെവിടെ? അവരുടെ ഭരണീയരെവിടെ? അവരുടെ സ്ഥലമെവിടെ? അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. അങ്ങനത്തെ ആളൊക്കെ പോയി ദുനിയാവിനെ വാരിപ്പോണ്ടൊരു കാര്യമില്ല. അതുകൊണ്ട് ആ മഹാന്മാരൊക്കെ ദുനിയാവിനങ്ങ് കഴിഞ്ഞു വെച്ചതാ. അവർക്ക് ദുനിയാവ് എത്ര കിട്ടിയിട്ടും അവർ എല്ലാം ധർമ്മം ചെയ്തു, അവരങ്ങ് കൊടുത്തു. ദുനിയാവിന് വാരി കാര്യമില്ല. അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. ദുനിയാവ് നമ്മളെ പിഴപ്പിച്ച് കളയും. അദ്ദുനിയ ഹൽവത്തുൻ ഖുൽറാ, ദുനിയാവ് മധുരമുള്ളതാണ്. ഹുൽവത്തുൻ ഖുൽറാ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആവശ്യത്തിനൊക്കെ ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ളൊക്കെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. അല്ലാഹു തആല നമുക്ക് റാഹത്ത് വർക്കട്ടെ ചെയ്യട്ടെ, ബർക്കത്ത് നൽകട്ടെ. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇപ്പോൾ ശിഷ്യന്മാരോട്, ഭാര്യയോട്, സ്വന്തം ഭാര്യയോട് നല്ല വാക്ക് പറയുക, നല്ലൊരു വർത്താനം. സ്വന്തം ഭാര്യയോട്, ഭർത്താവിനോട് നല്ലൊരു വാക്ക് പറയുക. ചിലരെങ്കിലുണ്ട്, ഒരുപാട് കേസുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സുബ്ഹാനല്ലാഹ്, നല്ലൊരു വർത്താനം ഭാര്യയോട് പറയാത്തതിൻ്റെ പേരിൽ എത്രയോ കണ്ണീര് കുടിക്കുന്ന ഭാര്യമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാരൊക്കെ നല്ലവരാണ്, ദീനുണ്ട്, ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, ഖുർആനുണ്ട്, വഅളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയോട് നല്ലൊരു വാക്ക് പറയാത്ത എത്ര ഭർത്താക്കന്മാരുണ്ട്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് വല്ലാതെ സന്തോഷത്തോടുകൂടെ പെരുമാറുകയാണ്. ഭാര്യമാരെ ഇന്നും അടിമകളാക്കിയിട്ട് നടത്തുന്നവരില്ലേ? അങ്ങനെ പാടില്ല എന്നോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
നല്ലൊരു വാക്ക് പറയണം. മിക്കവാറും കുടുംബകലഹങ്ങൾ കാരണം നല്ലൊരു സംസാരകാലത്താണ്, നല്ലൊരു വാക്ക് പറയാൻ കഴിയാത്തതാണ്. ഭർത്താവിന് കഴിയുന്നില്ല, ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല, അത് സാരല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ എല്ലാവരോടും നല്ലൊരു വാക്ക് പറയുക, അത്രേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറുക. ഭാര്യമാരെ അടിമകളാക്കി നിർത്താൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നല്ലൊരു വാക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനവനെ കല്യാണം കഴിച്ച്? അപ്പോൾ അവനവൻ്റെ ഭാര്യമാരോട് നല്ല വാക്ക് പറയുക. തെറ്റുകളുണ്ടാവണം, സാരല്ല മോളെ, അള്ളാഹു റാഹത്താക്കട്ടെ. അതൊരു വാക്ക് മതി, പുഞ്ചിരിയും മതി. ഒരു കുടുംബകലയുടെ ഉണ്ടാവില്ല. ഭർത്താവിന് തെറ്റ് വന്നാൽ ഭാര്യമാർ സാരല്ല, ഒന്ന് തലൊഴിഞ്ഞ് കൊടുത്ത് സാരല്ല, അള്ളാഹു റാഹത്താക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരു ചായയും കൊടുത്ത് ഒരു ഓർഡേഴ്സും കൊടുത്താൽ തീരുന്ന വിഷയം ഉണ്ടാവും. ഇതൊന്നായിട്ട് പഞ്ചായത്ത് പിന്നെ പഞ്ചായത്താക്കി ആളുകൾ വന്ന് കോളായി കോടതി കയറി വക്കീലന്മാർക്കൊക്കെ പൈസ കൊടുത്തിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ നോർമൽ കേസാണ് ഏത് കുടുംബത്തിലെ വിഷയത്തിൽ. പരിശുദ്ധ ഖുർആൻ തീരുമാനം പറയാത്തൊരു കേസും ഒന്നുമില്ല. ഖുർആനിലേക്ക് മടങ്ങിയാൽ തീരുമാനിക്കാൻ കഴിയാത്തൊരു വിഷയം മോമിനിങ്ങൾക്കില്ല, ലോകത്തിനില്ല. ഒരു വിട്ടുവീഴ്ച മനോഭാവമാണ് ഇതിന് ഖുർആൻ ആദ്യം മുന്നോട്ട് വെക്കുന്നത്. മനുഷ്യന്മാരാണ്, തെറ്റ് പാലയിലുണ്ടാവും, അത് സമ്മതിച്ചാൽ മതി. ആരും ഇവിടെ പ്രവാചകന്മാരൊന്നുമല്ല, തെറ്റിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. മിക്കവാറും കുടുംബങ്ങൾ വേഗം തീർക്കാൻ കഴിയും. എത്ര കേസുകളാണ് റഹ്മാനായ റബ്ബ് കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ആരാ ഉത്തരവാദി? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? ഖുർആനിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടോ മുഅ്മിനീങ്ങളെ? ഇല്ല. ഹദീസിലേക്ക് വന്നാൽ മുസ്തഫ നബി നമ്മുടെ മുസ്തഫൻ റസൂലുള്ളാഹിന്റെ മുഴുവൻ ജീവിതങ്ങളും നമുക്ക് പാഠങ്ങളാണ്. അപ്പം മുഅ്മിനീങ്ങളുടെ മുമ്പിൽ ഏത് വിഷയങ്ങൾ വന്നാലും നമ്മുടെ മുമ്പിൽ ഖുർആനുണ്ട്, നമ്മുടെ മുമ്പിൽ ഹദീസുണ്ട്. അതങ്ങ് നോക്കി പറഞ്ഞാൽ മതി, ആ തീർക്കും. എന്തിനും വിഷയം പരിഹാരമാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതം നല്ലൊരു വാക്ക് മതി. പലരും ഒരുപാട് സഹോദരന്മാരും നമ്മൾക്കകത്ത് വരുന്ന സമയത്ത് പറയുന്നൊരു കേസാണ്, തങ്ങളെ ഒന്നും വേണ്ട, എൻ്റെ പിയ്യാപ്പിള നല്ല ഇൽമുള്ള ആളാണ്, അറിവുള്ള ആളാണ്, വിദ്യാഭ്യാസമുള്ള ആളാണ്, BA ഉള്ള ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, മുരിയാരാണ്. പക്ഷേ അവനവൻ്റെ ഭാര്യമാരോട് വീട്ടിൽ വന്നിട്ട് നല്ലൊരു വർത്താൻ പറയാൻ കഴിയില്ലെങ്കിൽ, നല്ലൊരു വാക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ ഇതൊന്നും കാര്യമില്ല. ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് അമേരിക്കൻ്റെ പ്രസിഡന്റ് എന്ത് പറഞ്ഞു എന്നല്ല, എൻ്റെ ഭർത്താവ് എന്ത് പറയുന്നു എന്നാണ്. അപ്പോൾ ഭർത്താവിൻ്റെ സന്തോഷവും തലോടലുകളുമാണ് ഏത് ഭാര്യയും ആഗ്രഹിക്കുന്നത്. അവരോട് നല്ലൊരു വാക്കെന്ന് പറയാം. മാഷാ അല്ലാഹ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നാലാമത് വയദുൻ സഹിയുൻ, ധർമ്മം ചെയ്യുന്ന കൊടുക്കുന്ന കയ്യാണ്. അത് സ്വർഗാവകാശികളുടെ ലക്ഷണമാണെന്ന് സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹ്. ഇത് 4 സ്വർഗത്തിൻ്റെ അവകാശികളുണ്ടാകും. 1 വജഹുൻ മലീഹുൻ, പ്രസന്നമായ നല്ല പുഞ്ചിരിച്ച് സംസാരിക്കുക, നല്ലൊരു വാക്ക് പറയുക. 2 നല്ലൊരു വർത്താനം പറയുക. 3 നല്ലൊരു മനസ്സ്. 4 വയദുൻ സഹിയുൻ, കൊടുക്കുന്ന കയ്യ. അത് കൊടുക്കന്നെ, അവനാൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നുള്ള എന്താണോ അതാണ് കൊടുക്കുക. ദീനുൽ ഇസ്ലാമിന് വേണ്ടി, പാവക്കോട്ടർക്ക് വേണ്ടി, യതീം കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ കൊടുക്കുന്നൊരു കയ്യാണ്. ഇത് സ്വർഗാവകാശ ലക്ഷണം. സയ്യിദുനാ വഹബീബുനാ റസൂലുള്ളാഹി